എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു ഫുൾ ഷർട്ടിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ കഫും കോളറും അടിച്ചെടുക്കാം. അപ്പോൾ കഫ് ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ മടക്കിയിട്ട് ഒരു 4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ 4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ മടക്കിയിട്ട് ഈ സൈഡ് കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ അതിന് ശേഷം അതേപോലെ 4 ഇഞ്ച് തയ്യത്തുമ്പ് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക. ഇവിടെ നമുക്ക് 4 ഇഞ്ച് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യത്തുമ്പ് വേണം. ഇനി ഇത് അടിമറിച്ചെടുക്കാം. അതേപോലെ കഫ് തയ്ച്ചെടുക്കുക. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് കോളർ തയ്ക്കാം. കോളർ ആദ്യം ഈ ബൈൻഡിൻ്റെ ഇവിടെ ഇതേപോലെ മടക്കിയിട്ട് ഒരു 4 ഇഞ്ച് തയ്ക്കുക. അപ്പോൾ ഇത് തയ്ച്ചതിന് ശേഷം ഈ അധികമുള്ള തയ്യത്തുമ്പ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ കോളറിനൊപ്പം അത് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതേപോലെ 3 സൈഡിലും തയ്യത്തുമ്പ് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തുക. ഇനി ഇതേപോലെ ഒരു അടിപ്പീസ് വെച്ചിട്ട് ഈ കോളർ ഇതേപോലെ വയ്ക്കുക. എന്നിട്ട് ഈ സൈഡ് കൂടെ തയ്ച്ചെടുക്കുക. ഇവിടെ നമ്മൾ കോളർ പോയിൻ്റ് നൂലിട്ടെടുക്കണം. അപ്പോൾ ഇതേപോലെ തയ്ച്ചെടുത്ത ശേഷം ഇവിടെ ഒരു 4 ഇഞ്ച് തയ്യത്തുമ്പ് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഇത് അടിമറിച്ചെടുക്കാം. ഇതേപോലെ ബാക്കിൽ നാം കൊണ്ടൊന്ന് വരച്ചതിന് ശേഷം തിരിച്ച് വെച്ചിട്ട് 4 ഇഞ്ച് വീതിയിൽ ഒരു തയ്യലിടുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തുക. ഇനി ഈ സെൻറ്റർ ഇതിനൊപ്പം വെച്ചിട്ട് ഇതിനോട് ചേർത്തൊന്ന് അടിക്കുക. അപ്പോൾ ഇതേപോലെ ബൈൻഡും കോളറും കൂടെ ഒന്ന് ചേർത്ത് അടിക്കുക. അതിനുശേഷം ഇതേപോലെ ബൈൻഡിലേക്ക് അടിയിലേക്കുള്ള തുണി വയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് അടിച്ചെടുക്കുക. ഇവിടെ നമ്മൾ അല്പം കയറ്റി വയ്ക്കുക. കാരണം ബൈൻഡിൻ്റെ ബെൻഡിനനുസരിച്ച് ഇങ്ങനെ വയ്ക്കാതെ ഇങ്ങനെ കയറ്റി വയ്ക്കുക. ഈ സൈഡ് അതേപോലെ ബെൻഡിനനുസരിച്ച് വയ്ക്കുക. അതിനുശേഷം അതേപോലെ 4 ഇഞ്ച് തയ്യത്തുമ്പ് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഇനി ഇത് അടിമറിച്ചെടുക്കാം. ഇവിടെ നിന്ന് നഖം കൊണ്ട് വരച്ചതിന് ശേഷം ഇതിൻ്റെ ഇവിടെ നിന്ന് ഇതുവരേക്കും ഒരു തയ്യലിടുക 4 ഇഞ്ച് വീതിയിൽ. അതിനുശേഷം അതേപോലെ 4 ഇഞ്ച് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യത്തുമ്പ് നിർത്തുക. എന്നിട്ട് ഇതേപോലെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇത് മാറ്റി വയ്ക്കാം. അടുത്ത് നമുക്കിതിൻ്റെ സ്ലീവ് പട്ടി തയ്ക്കാം. സ്ലീവ് പട്ടി വന്നിട്ട് ഇവിടെ നമ്മൾ 5 ഇഞ്ചാണ് ഓപ്പൺ ഇട്ടിരിക്കുന്നത്. അതേപോലെ 7 ഇഞ്ച് നീളത്തിലും 3 ഇഞ്ച് വീതിയിലും തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് ആദ്യം ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇതുവരെ മടക്കി അടിക്കുക. അതോടൊപ്പം തന്നെ ഈ പീസ് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് 4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുക. അതിനുശേഷം അടുത്ത സ്ലീവ് ഇതേപോലെ ഈ സ്ലീവിന് ഓപ്പോസിറ്റായിട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് കൈ തിരിഞ്ഞു പോവില്ല. ഇനി ഈ പീസ് ഇവിടെ നമ്മളൊരു 4 ഇഞ്ച് തയ്ച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിവശം ഒന്ന് കട്ട് ചെയ്ത് വിടുക.
അതിനുശേഷം ഇതേപോലെ ബാക്കിലേക്ക് തിരിച്ചെടുക്കുക. എന്നിട്ട് ഈ സൈഡ് നമുക്കൊരു ഇതേപോലെ ഒരു അരഞ്ച് തയ്യത്തുമ്പ് മടക്കിയിട്ട് ഇതിലേക്ക് വെച്ചിട്ട് പട്ടി തയ്ക്കാം. ഇവിടെ നിന്ന് തയ്ച്ച് വരുമ്പോൾ ഈ കോർണർ ഒന്ന് മടക്കി കൊടുക്കുക. ഇതേപോലെ അടിച്ചെടുക്കുക. ഇനി അടുത്ത സ്ലീവ് അതേപോലെ തയ്ച്ചെടുക്കുക. അതേപോലെ 2 സ്ലീവ് പട്ടി അടിച്ചിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. ബാക്കിൻ്റെ സെൻറ്റർ ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തുക. അതിനുശേഷം അത് നിവർത്തി വയ്ക്കുക. എന്നിട്ട് നമ്മൾ 2 ഷോൾഡറാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിൽ കട്ട് ചെയ്തത് ഇതിന് മേലെ വയ്ക്കുക. കുറച്ച് വലിപ്പത്തിൽ ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അടിവശത്ത് വയ്ക്കാം. 3ൻ്റെയും സെൻറ്റർ ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് ഈ സൈഡിൽ നിന്ന് തയ്ച്ചു തുടങ്ങാം. അടിവശം ഇതേപോലെ നഖം കൊണ്ടൊന്ന് വരച്ചെടുക്കുക. അതിനുശേഷം നല്ല വശം അതേപോലെ നഖം കൊണ്ട് വരച്ചെടുക്കുക. എന്നിട്ട് ഈ എഡ്ജ് കൂടെ ഒരു മേൽത്തൈലിടാം. അതിനുശേഷം ഈ 2 ഷോൾഡറും ഒപ്പം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതേപോലെ 2 ഷോൾഡറും ഒപ്പം കട്ട് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബട്ടൺ പട്ടി തയ്ക്കാം. ബട്ടൺ പട്ടിയുടെ വീതി വേണ്ടത് 2 ഇഞ്ചാണ്. ഈ കരഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഈ 2 ഇഞ്ചിലൊന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ പകുതിയിൽ ഒന്നുകൂടെ മടക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് 1 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കാം. അതിനുശേഷം ഈ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ അടുത്ത് തയ്ക്കുന്നത് ബട്ടൺ ഹോൾ തയ്ക്കാനുള്ള പടിയാണ്. 1.25 ഇഞ്ച് ക്യാൻവാസ് ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലുള്ള തയ്യത്തുമ്പ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇവിടെ അരഞ്ച് തയ്യത്തുമ്പ് ഇട്ടാൽ മതി. അതിനുശേഷം അതിങ്ങനെ മടക്കിയിട്ട് ഈ 2 എഡ്ജ് കൂടെയും ഒരു തയ്യലിട്ട് എടുക്കാം. ഇതിപ്പോൾ അകുമ്പറും ഇല്ലാത്ത തുണി ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ അടിക്കുന്നത്. അകുമ്പറുള്ള തുണിയിൽ എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കാണുക. അപ്പോൾ അതേപോലെ 2 സൈഡ് കൂടെയും തയ്യലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ അതിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൽ നമുക്ക് പോക്കറ്റ് വയ്ക്കാം. പോക്കറ്റ് ആകെ നീളമൊന്ന് അളന്ന് നോക്കുക. ഇതിൽ 30 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 7.5 വരും. ഒരു 3/4 ഇഞ്ച് കൂടുതലെടുക്കുക. 8.25 ഇഞ്ച് വെച്ചാൽ മതി. ഷോൾഡർ ടു പോക്കറ്റ് 8.25 ഇഞ്ച്. ഇങ്ങോട്ട് വലിയ ഷർട്ടായതുകൊണ്ട് നമുക്കൊരു 2.5 ഇഞ്ച് വയ്ക്കാം. ഇനി ഇതേപോലെ ഈ ലൈനിനൊപ്പം ഒന്ന് മടക്കിയെടുക്കുക. അതേപോലെ ഈ മാർക്കിനൊപ്പം ഒന്ന് മടക്കിയെടുക്കുക. ഇനി ഇതിലാണ് നമ്മൾ പോക്കറ്റ് വയ്ക്കുന്നത്. പോക്കറ്റ് പീസ് ഒരു 2.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പകുതി 1.25 ഇഞ്ച് മടക്കാം. എന്നിട്ട് ഒന്നുകൂടെ മടക്കിയിട്ട് ഇവിടെ തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ പോക്കറ്റിൻ്റെ വീതി 5 ഇഞ്ച് വയ്ക്കുക. ഇറക്കം 5.5 ഇഞ്ച്. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. കട്ടി കൂടിയ തുണിയാണെങ്കിൽ നമുക്ക് അയൺ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു അടയാളം ഇട്ടിട്ട് ഈ 2 കോർണറിൽ നിന്നും ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് ചെരിച്ച് മടക്കിയെടുക്കുക.
ഈ ഷേപ്പിൽ മടക്കിയെടുക്കുക. ഇനി ഒരു അരഞ്ച് തയ്യത്തുമ്പ് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ പോക്കറ്റ് ഈ മാർക്കിനൊപ്പം ഇതേപോലെ വെച്ചിട്ട് തയ്ച്ചെടുക്കാം. ഇവിടുന്ന് ആദ്യം നമുക്ക് ഇവിടുന്ന് ഒരു 1/4 ഇഞ്ച് ഉള്ളിൽ നിന്ന് തയ്ച്ച് തുടങ്ങുക. എന്നിട്ട് മേലെ വന്നിട്ട് ഇതിങ്ങനെ ഈ എഡ്ജ് കൂടെ വന്നിട്ട് ഇവിടെ അതേപോലെ ഇവിടെ വന്ന് ഫിനിഷ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ തയ്ച്ചെടുക്കുക. ഇനി ഇതിൻ്റെ ഫ്രണ്ടും ഷോൾഡറും കൂടെ ജോയിൻ ചെയ്യാം. ഇതിൻ്റെ ഷർട്ടിൻ്റെ അടിവശം എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു ഷോൾഡർ സെപ്പറേറ്റ് എടുക്കുക. ഇതിലാണ് നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ അറ്റാച്ച് ചെയ്യുന്നത്. ഇതേപോലെ വെച്ചിട്ട് 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് വീതിയിൽ തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ 1/4 ഇഞ്ച് ഒരു പോയിൻറ്റിൽ തയ്ച്ചെടുക്കുക. ഇനി ഈ ഷോൾഡർ കവർ ചെയ്ത് അടിക്കണം. അപ്പോൾ ഈ ഫ്രണ്ടും ബാക്കും കൂടെ ഒപ്പം പിടിക്കുക. അതിനുശേഷം അതേപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഈ ഷോൾഡർ രണ്ടും കൂടെ ഇതുപോലെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം തയ്ച്ച തയ്യലിൻ്റെ ഉള്ളിൽ കൂടെ ഒരു തയ്യലിടുക. അതിനുശേഷം ഈ ഫ്രണ്ടും ബാക്കും കൂടെ പിടിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ കവറിങ് ആയിട്ട് കിട്ടും. ഇനി ഇവിടെ ഒന്ന് ചേർത്ത് അടിക്കാം. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്താം. സെൻറ്റർ ഷോൾഡറിൻ്റെ സെൻറ്റർ അല്ല വരിക. ഫ്രണ്ടും ബാക്കും കൂടെ അതേപോലെ ഒപ്പം പിടിച്ചിട്ട് എവിടെയാണോ സെൻറ്റർ വരുന്നത് അവിടെയാണ് നമുക്ക് സ്ലീവിൻ്റെ സെൻറ്റർ ആയിട്ട് വരിക. ഇനി ഇതേപോലെ ഈ സൈഡും തയ്ക്കാം. ഷോൾഡർ ഇതേപോലെ രണ്ട് സൈഡും കവർ ചെയ്ത് എടുത്തതിന് ശേഷം ഈ എഡ്ജ് കൂടി ഒരു തയ്യലിട്ടെടുക്കുക. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേയായിട്ട് സ്ലീവും ആം ഹോളും ഒപ്പമാണോ എന്ന് നോക്കാം. ഇത് കറക്റ്റ് തന്നെയാണ്. ഇനി ഇതേപോലെ തിരിച്ചെടുക്കുക. സ്ലീവിൻ്റെയും അതേപോലെ നല്ല വശം, ഷർട്ടിൻ്റെ നല്ല വശം ഈ പോക്കറ്റ് സൈഡ് ഇവിടെ വയ്ക്കുക. എന്നിട്ട് ഈ സ്ലീവിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻറ്റും ബോഡിയിലേക്ക് മടക്കി കൊടുക്കുക. ഇതേപോലെ എന്നിട്ട് അതേ രീതിയിൽ തയ്ച്ചെടുക്കുക. ഇനി ഇതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഈ തയ്യത്തുമ്പ് ബോഡിയിലേക്ക് വെച്ചിട്ട് 1/4 ഇഞ്ചും ഒരു അര പോയിൻറ്റിൽ മേൽത്തൈലിടാം. അപ്പോൾ ഇതേപോലെ മേൽത്തൈലിട്ടെടുക്കുക. ഇനി അതേപോലെ ഈ സൈഡും തയ്ക്കാം. അപ്പോൾ അതേപോലെ രണ്ട് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുക. അടിവശം അതേപോലെ തയ്യത്തുമ്പ് കവറിങ് ആയിട്ട് വരും. ഇനി നമുക്കിതിൻ്റെ സൈഡ് തയ്ക്കാം. സൈഡ് ഇതേപോലെ റൈറ്റ് സൈഡിൽ നിന്ന് ആദ്യം തുടങ്ങാം. അപ്പോൾ എന്നിട്ട് ഈ സ്ലീവ് പട്ടിൻ്റെ സൈഡിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1/4 ഇഞ്ച് മടക്കുക. 1/4 ഇഞ്ച് ഇതിലേക്ക് മടക്കിയിട്ട് 1/4 ഇഞ്ച് വീതി തന്നെ തയ്ച്ചെടുക്കാം. ഇനി ഇതേപോലെ നിവർത്തി വയ്ക്കുക. എന്നിട്ട് ഈ തയ്യത്തുമ്പ് ഇതേപോലെ ബാക്കിലേക്ക് വെച്ചിട്ട് ഈ എഡ്ജ് കൂടെ ഒരു തയ്യലിടുക. അപ്പോൾ ഇതേപോലെ സ്ലീവിൽ അടിക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചടിക്കുക, ചേർന്ന് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഈ സൈഡും അടിക്കാം. ഇവിടെ വന്നിട്ട് നമ്മൾ ബോട്ടത്തിൽ നിന്നാണ് അടിച്ചു തുടങ്ങേണ്ടത്. അപ്പോഴാണ് രണ്ട് സൈഡിൽ നിന്ന് തയ്യത്തുമ്പ് ബാക്കിലേക്ക് പോവുള്ളൂ. അപ്പോൾ അതേപോലെ രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോട്ടം തയ്ക്കാം. ബോട്ടം വന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളിതിൽ ആകെ ഇട്ടത് 1.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി ഒന്ന് ജസ്റ്റ് മടക്കിയെടുക്കുക ആദ്യം. അതിനുശേഷം ഒന്നുകൂടെ മടക്കിയിട്ട് തയ്ച്ചെടുക്കാം. അപ്പോൾ അതേപോലെ ബോട്ടം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കോളർ അറ്റാച്ച് ചെയ്യാം. കോളർ
ഇതേപോലെ ഒപ്പം പിടിച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ കോളർ ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഇത് കറക്റ്റ് തന്നെയാണ്. ഷർട്ടിൻ്റെ നല്ല വശത്തുനിന്ന് ഈ കാജാപ്പടീൻ്റെ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. ഇവിടെ നിന്ന് തയ്ച്ചു തുടങ്ങുക. ഈ കോളറിൻ്റെ സെൻറ്ററും ഈ ബോഡിയിലത്തെ സെൻറ്ററും ഒപ്പം വരണം. ഇതേപോലെ വരണം. അതിനുശേഷം ബാക്കിൽ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് തിരിച്ചിട്ടിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് തയ്ച്ചു തുടങ്ങുന്നത്. ഈ തയ്യത്തുമ്പ് ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇവിടെ നിന്ന് തയ്ച്ചു തുടങ്ങുക. ഇവിടെ നിന്ന് ഇങ്ങനെ റൗണ്ടിൽ ഈ ബൈൻഡിൻ്റെ മേലെ തയ്യൽ വന്നിട്ട് ഇവിടെ തന്നെ അത് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതേപോലെ കോളർ തയ്ച്ചെടുക്കാം. ഇനി ഇതിൻ്റെ കഫ് കൂടെ അറ്റാച്ച് ചെയ്യാം. ഇതിങ്ങനെ നിവർത്തി വയ്ക്കുക. ഈ 4 ഇഞ്ച് ഇവിടെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുക. ഇവിടെ വന്നിട്ട് നമുക്ക് ഈ എക്സ്ട്രാ ഉള്ളത് 1.5 ഇഞ്ച് നമുക്കൊരു പ്ലീറ്റ് ഇടാം. ഇവിടെ 1 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്യുക. അതിനുശേഷം 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പ്ലീറ്റ് ഇതേപോലെ മടക്കി കൊടുക്കുക. അതിനുശേഷം ഇത് തിരിച്ച് വെച്ചിട്ട് 4 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. ഇവിടെ ക്ലോസ് ചെയ്യുക. അപ്പോൾ അതേപോലെ തയ്ച്ചെടുക്കുക. ഇനി അടുത്ത കഫ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതേപോലെ 2 സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.